ഈ പ്രപഞ്ചത്തിന് എന്നെ വെളിച്ചമായ ശക്തിയാണ് നീ. അങ്ങനത്തെ നിങ്ങളുടെ കണ്ണു പറിച്ച് ഞാൻ വലിയ തെറ്റാ ചെയ്തത്. അതിന് തക്കതായ ശിക്ഷയും ഞങ്ങൾക്ക് കിട്ടി. ഇനി മുതൽ ഇങ്ങനത്തെ തെറ്റ് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല. ദയവ് ചെയ്ത് ഈ പാപികളോട് ക്ഷമിച്ച് കരകയറ്റണേ ദൈവമേ. ആരാടാ? പോലീസാണോ? പോലീസ്? പോലീസോ? ആരെയാ വേണ്ടത്? ടൈഗർ രാജീവ് മേനോനാ. ഞാൻ ഇവിടുത്തെ ഇൻസ്പെക്ടറാ. എനിക്ക് ചുറ്റും 360 ഡിഗ്രിയില് റേപ്പ്, റോബറി, എസ്പെഷ്യലി മർഡർ. സ്മെല്ല് വെച്ച് തന്നെ കണ്ടുപിടിക്കും ഞാൻ. ദാറ്റ് ഈസ് മൈ സ്പെഷ്യാലിറ്റി. അതും ഞാൻ അന്വേഷിക്കുന്നത് ഈ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം. അത്ര എളുപ്പത്തിൽ വിടുവോ ഞാൻ? 9841056569. ആരുടെയാടാ നമ്പർ? ഇവന്റെയാണ് സാർ. നമ്പർ എന്റെയാണ് സാർ. പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കിതായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, എന്റെ നമ്പർ സാറിന് എങ്ങനെ കിട്ടി? ആ നമ്പർ അല്ലേടാ എന്നെ ഇവിടെ എത്തിച്ചത്. ആദ്യം ഇൻവെസ്റ്റിഗേഷൻ, അത് കഴിഞ്ഞാൽ എൻക്വയറി. കോൺസ്റ്റബിൾ. മനസ്സിലായി സാർ. അണ്ണാ വയറ് അകത്ത് എന്ത് ചെയ്യണം സാറേ? അല്ല, നിന്റെ ഹൈറ്റ് എത്രയാടാ? 4.25 അടി. അപ്പൊ താഴെയോ? ഇടുപ്പ് 35. ഓ, താങ്കളുടെ ഹൈറ്റ് എത്രയാണാവോ? നിവർന്ന് നിന്ന 6 ഫീറ്റ് സാർ. കുനിഞ്ഞു നിന്ന
4 feet സാർ. ഒരുപാട് കുനിയല്ലേ, എനിക്ക് പണിയാവും മോനെ. അയ്യോ. താങ്കൾ എന്ത് ജോലിയാണാവോ ചെയ്യുന്നത്? ഞാൻ പൂജാരിയാ സാർ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ തുടങ്ങിയതേ ഉള്ളൂ യോ സാർ. നഃ പ്രചോദയാത് സ്വാഹ. ഓം ഗ്രീം ജീസസ്. അല്ലാഹു അക്ബർ. എന്താടാ ഇത്? ഞാനിത് ഫസ്റ്റ് ടൈം സാർ കാണുന്നത്. എനിക്കൊന്നും അറിയില്ല. നമഃ ശിവായ. ഓം നമോ ഏയ്, stop, stop. Stop. സാറേ, ഇവിടെ എല്ലാം ഉണ്ട് സാറേ. പക്ഷെ നമ്മൾ അന്വേഷിച്ചു വന്നതും നമുക്ക് ആവശ്യമുള്ളതും അത് മാത്രം ഇല്ല സാറേ. ഈ ഭാഗത്തൊരു ബെഡ്റൂം ഉണ്ടാകണമല്ലോ. ഇല്ല, ഇല്ല. നമുക്ക് ആവശ്യമുള്ളത് ആ ബെഡ്റൂമിലുണ്ട്. ചെന്ന് നോക്ക്. ഗോ ഹെഡ്. ശരി സാറേ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം സായിറാം. ഓം സായിറാം. ഓം സായിറാം. ഓം സായിറാം. ഓം സായിറാം. അല്ലാ അല്ലാ നിന്നെ രക്ഷിക്കണേ. നോക്ക്, എന്റെ അമ്മയാണ് സത്യം. ഇനി ഇവൻ മന്ത്രം ചൊല്ലി അതെന്റെ ചെവിയിൽ വീണാൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ വീട്ടിൽ അയ്യോ, സാറേ, ഒന്നും മിണ്ടാതിരിടാ, മിണ്ടാതിരിടാ. മിണ്ടാതിരിടാ. സാറേ, സാറേ, നമുക്ക് ആവശ്യമുള്ളത് കിട്ടി സാർ. അത് ഇവിടെയാ ഉള്ളത്. മതിയായി, കിട്ടിയെന്ന്. ഇനി ഞാൻ ഈ കേസ് ക്ലോസ് ചെയ്യാൻ പോവാ. എന്റെ അമ്മേ സ്വാമിയേ. മിണ്ടാതിരുന്നോണം, മന്ത്രം ചൊല്ലി തല്ലിക്കൊല്ലും ഞാൻ. ഈ വീട്ടുടമസ്ഥൻ നിങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് ലിസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നോക്കിക്കേ, വിലപേശലൊന്നും വേണ്ട. കൃത്യ എമൗണ്ട് എന്താന്ന് പറ. വണ്ടിയിൽ ആൾക്കാർ വരും. ഒറ്റ മണിക്കൂർ കൊണ്ട് എല്ലാം എല്ലാം വാരി എടുത്തോണ്ട് പോകുന്നേ. വെറും ഒരു ബാഡി എടുത്തോണ്ട് പോയാൽ 1 മണിക്കൂർ വേണം സാറേ. ഓടിയോ? അല്ല, സാറേ, ഇത് സാറിന് എത്ര വേണമെങ്കിലും ചോദിച്ചു വാങ്ങിച്ചോ. പക്ഷെ ഈ പ്രശ്നത്തിൽ ഞങ്ങൾ ഒഴിവാക്കി തരണം സാർ. നിങ്ങളെന്താ ആളെ വടിയാക്കാണോ? ഞാനൊരു മണ്ടൻ ഇൻസ്പെക്ടർ എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഐ ആം വെരി വെരി സ്ട്രിക്റ്റ് ആൻഡ് പ്രോംപ്റ്റ് പോലീസ് ഓഫീസർ. ആ, ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ തന്നെയാണല്ലോ അല്ലേ? ആ, 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 ആ. ഇതൊക്കെ സെയിൽസിനാണെന്നും പറഞ്ഞ് OLX ഇട്ടത് നിങ്ങൾ തന്നെയല്ലേ? ആ? ശരിയാണ് സാർ, ശരിയാണ്. ഞാൻ തന്നെ ഇട്ടത്. 2 PC-മാരും ബാംഗ്ലൂരിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവർക്ക് ക്വാർട്ടേഴ്സും അലോട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയില്ലല്ലോ അനിയന്മാരെ. ആ, ആ, ആ. അങ്ങനെ അവർ OLX-ൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ ഈ വീട്ടിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കിട്ടിയത്. അത് എന്നോട് പറഞ്ഞപ്പോ ഈ വീടും വീട്ടുടമസ്ഥനെയും എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ വിളിച്ചോണ്ട് വന്നപ്പോ എനിക്ക് തന്നെ കൈക്കൂലി തരാൻ നോക്കുന്നോടാ. സാറിന് ഇഷ്ടമുള്ള പൈസ കൊടുത്ത് എന്ത് വേണമെങ്കിലും എടുത്തോണ്ട് പോയിക്കോ. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഇവനിങ്ങനെ രാമ, മന്ത്രം ഹരേ ചൊല്ലിക്കൊണ്ടിരുന്ന കൃഷ്ണ. ഇവന്റെ വായിൽ ഞാൻ പൊട്ടി. സാർ സാർ കൂൾ ഡൗൺ സാർ, കൂൾ ഡൗൺ. വേറൊന്നും മിണ്ടാതെ ഇവിടെയുള്ള സാധനങ്ങൾക്കെല്ലാം ഞാൻ എന്ത് തരുന്നോ അത് നിങ്ങൾ കണ്ണടച്ച് വാങ്ങിച്ചോണം. പ്രോമിസ് എന്ന് പറഞ്ഞതല്ലേ? പ്രോമിസ്. Promise, sir, പ്രോമിസ് സാർ, promise. പ്രോമിസ് പ്രോമിസ്. ആ, എന്താ? ഭൂമി വിളിക്കോ? SP സാറാ. നമസ്കാരം സാർ. ഓ, മേഡറോ സാർ? ആള് ലേഡിയാണോ? വീട്ടിനകത്ത് വെച്ചാണോ സാർ? നം- ബെഡ്റൂമിലോ? സാറേ, അതേ സ്ട്രീറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ സാറേ, വീടിന്റെ നമ്പർ പറ സാറേ. അയ്യോ, ഇവിടുന്ന് 3 സ്ട്രീറ്റ് അപ്പുറത്താ സാറേ അത്. സാറേ സാറേ വന്നു സാറേ, വന്നോണ്ടിരിക്കുവോ സാറേ? 2 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി മണത്തെ ഞാൻ കണ്ടുപിടിക്കും സാറേ. സാർ വെക്ക്. ഇല്ല, ഞാൻ എൻകൗണ്ടർ ചെയ്യും ഞാൻ. ഓക്കെ സാർ, ഓക്കെ സാർ, പോയിട്ട് വരും സാർ. എടോ, ഇങ്ങോട്ട് നോക്ക്. നിന്നോടും കൂടിയാ. 1 മണിക്കൂറിനുള്ളിൽ വണ്ടി ഞാൻ ഇങ്ങോട്ട് അയക്കും. നിങ്ങൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ആ വണ്ടിയിലിട്ട് ആ സ്പോട്ടിൽ എത്തിയാൽ മതി. ഓക്കെ സാർ, ഓക്കെ സാർ. ഒരു കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ രണ്ടുപേരും ദുബായിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് കരകയറും. പക്ഷേ ദേണ്ടേ 11 മാത്രം അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ മരുന്ന് കഴിക്കാൻ ഇഹ്ദിന പറ്റുമോ? സിറാത്തൽ അലൈഹിം ആമീൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് ഇൻഷാല്ലാഹ് മാഷാല്ലാഹ്. ദൈവമേ ഗുരുവായൂരപ്പാ. മര്യാദയ്ക്ക് നീ നിർത്തുന്നുണ്ടോ? നിർത്തടാ. കുറച്ച് നേരം അടങ്ങിയിരിക്കാൻ പറ്റാടാ നിനക്ക്. പോടാ. ശരി വാ, ഒന്ന് വാടാ. വാ, 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 ശല്യങ്ങൾ. പെടുത്ത്, പെടുത്ത്.
നിനക്കൊന്നും ടെൻഷൻ ഇല്ലേ? കുറച്ച് മിസ്സായിരുന്നെങ്കിൽ ആ പോലീസ് നമ്മളെ പിടിച്ചിരുന്നേനെ. കൂൾ അളിയ, കൂൾ. നല്ലോണം കേട്ടോ, നമ്മൾ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് ഈ ബോഡി എവിടെയെങ്കിലും വലിച്ചറിയാം. ഓക്കെ? പിന്നെ മറ്റൊരു കാര്യം, ഈ ബോഡിക്ക് ഒരു കേടും വരുത്താതെ പാക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ? ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഡാമേജും വരാതെ പാക്ക് ചെയ്യണോ? ഓണറിനെ നീ മാനേജ് ചെയ്യുക. ബോഡിയുടെ കാര്യം ഞങ്ങൾ രണ്ടുപേരും നോക്കിക്കോളാം. വഴിയിൽ എവിടെയെങ്കിലും വിജനമായ സ്ഥലത്ത് ബോഡി ഡിസ്പോസ് ചെയ്യാം. ഫ്ലൈറ്റ് പിടിച്ച് ദുബായിൽ പോകണം. ഇപ്പോൾ നടന്നതെല്ലാം ഒരു ദുസ്വപ്നമായി കരുതണം. അല്ല നമ്മളെ കൈവിടില്ല. ജീസസും ആ ശ്രീരാമനും നമ്മുടെ രക്ഷക്കായി. കളർഫുൾ എന്ന് പറഞ്ഞ ഉടനെ അവളും കളർഫുൾ എന്ന് പറയും. അതാണ് അവളെ പാസ്വേഡ്. കളർഫുൾ. എന്റെ പിങ്ക് പാർട്ടി ഐഡിയ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. എന്റെ ഈ നിർണയം പാവം അവന്മാരെയും പ്രശ്നത്തിലാക്കി. കാമമെന്ന വലയിൽ കുടുങ്ങി മദ്യമെന്ന ലഹരിയിൽ തിളച്ച് എന്നെപ്പോലെ എത്രയോ യുവാക്കൾ സ്വന്തം ജീവനം തുലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആർക്കും ഇതുപോലെ ഒരു അവസ്ഥ വരരുത്. അളിയാ സൂര്യ! For more updates, like, comment, subscribe to our channel.